സുപ്രീം കോടതി അമിതാധികാര പ്രയോഗം നടത്തിയെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറയുന്നത്. ഭരണഘടന പറയാത്ത സമയപരിധി നിശ്ചയിക്കുന്നത് അമിതാധികാര പ്രയോഗമാണെന്നാണ് ആ വാദം. പാർലമെന്റ് നിയമം പാസാക്കുകയോ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറയുകയോ ആണ് വേണ്ടതെന്നും ഗവർണർ പറയുന്നു. ഈ വാദം പെട്ടെന്ന് ഭരണഘടനാപരമായി ശരിയാണെന്ന് തോന്നാം. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നാണ് ചോദ്യം. അത് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ എന്നാണ് വിമർശനം. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്തല്ല സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിടുന്നത്. ഒരു ബില്ല് പാസാക്കി 3 വർഷം കഴിഞ്ഞിട്ടും ഒപ്പിടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. അത് ഒരു തമിഴ്നാട്ടിലെ മാത്രം പ്രശ്നമല്ല. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ ഇതിലേറെ കാലമായ ബില്ലുകൾ പോലും ഒപ്പിട്ടിരുന്നില്ല. തെലങ്കാനയിലും ആന്ധ്രയിലും ഇതുതന്നെ സംഭവിച്ചു. കേരളത്തിൽ 23 മാസമായ ബില്ലുകൾ വരെയാണ് ഗവർണർ ഒടുവിൽ രാഷ്ട്രപതിക്ക് അയച്ചത്. രാഷ്ട്രപതി അതിൽ ഒരെണ്ണം അംഗീകരിക്കുകയും ബാക്കി തള്ളുകയും ചെയ്തു. ബില്ലുകൾ ഗവർണറും രാഷ്ട്രപതിയും തള്ളിയാൽ നിയമസഭയ്ക്ക് വീണ്ടും പാസാക്കി അയക്കാം. അപ്പോൾ ഗവർണർ ഒപ്പിട്ടേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ രണ്ടാമത് വരുന്ന ബില്ലുകളും അനിശ്ചിതമായി കയ്യിൽ വെച്ചിരുന്നാലോ? അങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചത്.